ഡൽഹി പോലീസിന്റെ അതിക്രമങ്ങളിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ച് സുപ്രീം കോടതി. ആർക്കും ഉത്തരവാദിത്വമില്ലാതെ അന്വേഷണം നടത്തുന്നത് അർത്ഥശൂന്യമെന്ന് ചീഫ് ജസ്റ്റിസ് പറഞ്ഞു. പോലീസ് ചട്ടങ്ങൾ പാലിച്ചില്ലെന്നും സ്വതന്ത്രമായ അന്വേഷണം വേണമെന്നും ജസ്റ്റിസ് സൂര്യകാന്ത് നിരീക്ഷിച്ചു. ഭരണഘടനാ ചട്ടക്കൂടിനകത്ത് നിന്നുകൊണ്ടുള്ള സമാധാനപരമായ പ്രതിഷേധമാണ് വിദ്യാർത്ഥികൾ നടത്തിയതെന്നും കോടതി പരാമർശിച്ചു. വിവരങ്ങളുമായി ഷബ്ന ചേരുകയാണ്. ഷബ്ന, ഇതിപ്പോൾ സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നും ഒരു CJP പ്രതിഷേധത്തിൽ ഒരു നടപടി ഉണ്ടായിരിക്കുകയാണ്. ഡൽഹി പോലീസിന്റെ അതിക്രമങ്ങളിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിരിക്കുകയാണ്. സ്വന്തം പാർട്ടി ഉൾപ്പെടെ BJP ഉൾപ്പെടെ RSS ഉൾപ്പെടെ തള്ളിപ്പറഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചത് എന്നതും ശ്രദ്ധേയമാണ്. സുപ്രീം കോടതിയിൽ കഴിഞ്ഞ ദിവസം തന്നെ പോലീസ് അതിക്രമവുമായി ബന്ധപ്പെട്ട ഹർജി വരുമ്പോൾ കോടതി ഇത് പരിഗണിക്കണം എന്നൊരാവശ്യം മുതിർന്ന അഭിഭാഷകർ ഉന്നയിച്ചിരുന്നു. പ്രത്യേകിച്ച് അഡ്വക്കേറ്റ് പ്രശാന്ത് ഭൂഷൺ, അതോടൊപ്പം തന്നെ ശങ്കർനാരായണൻ ഉൾപ്പെടെയുള്ള ആളുകളാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് കോടതിയിൽ ഹാജരായി കാര്യങ്ങൾ വിശദീകരിച്ചത്. ഈ അഭിഭാഷകർ കോടതിയിൽ പറഞ്ഞിരുന്നത് ഈ പല പോലീസിന്റെ ഈ അതിക്രമം, അതായത് ഡൽഹിയിലെ ഈ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് പോലീസ് നടത്തിയ അതിക്രമം പ്രോട്ടോകോൾ ലംഘനമായിരുന്നു. പോലീസ് അമിതമായ അധികാരം പ്രയോഗിക്കുകയായിരുന്നു. വൈദ്യുത ബാറ്റൺ ഉൾപ്പെടെ പോലീസ് ഈ പ്രതിഷേധക്കാർക്കെതിരെ ഉപയോഗിച്ചു. അതോടൊപ്പം തന്നെ ലാത്തി ചാർജ്, കണ്ണീർവാതകം, പെല്ലറ്റ് ഉൾപ്പെടെ അമിത ബലപ്രയോഗം ഉൾപ്പെടെ ഉണ്ടായി. ഒരു പ്രോട്ടോകോൾ ഉണ്ട് ഈ പോലീസ് പ്രവർത്തിക്കേണ്ടത്, പക്ഷേ അത് വ്യക്തമായി ലംഘിക്കപ്പെട്ടു. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ പോലീസ് പ്രവർത്തിച്ചത്? സ്ത്രീകളെയും കുട്ടികളെയും ക്രൂരമായി ആക്രമിക്കുന്ന ദൃശ്യങ്ങളുണ്ടായിരുന്നു. ഡൽഹിയിലെ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥരാണ് ഒരു സ്ത്രീയെ പ്രകോപനമില്ലാതെ അടിച്ചത്. മറ്റൊന്ന്, ഇത്തരത്തിൽ ഈ കുട്ടികളെ വൈദ്യുതാഘാതമേറ്റ് ഒരു കുട്ടി നിലവിളിക്കുന്ന വിഷ്വൽ അടക്കം ഉള്ള ചിത്രങ്ങളടക്കം കോടതിയിൽ ഈ അഭിഭാഷകർ പ്രദർശിപ്പിച്ചു. അതോടൊപ്പം തന്നെ ഡൽഹിയിലെ ലാത്തി ചാർജ് ആരംഭിച്ച ശേഷം ജനക്കൂട്ടം പിരിഞ്ഞു പോയിരുന്നു. അവിടെ അഭിഭാഷകരും ഈ സുപ്രീം കോടതിയിലെ തന്നെ അഭിഭാഷകരും ഒക്കെ ഉണ്ടായിരുന്നു. കൊണാട്ട് പ്ലേസിൽ അപ്പോഴും അവർ മർദ്ദിക്കപ്പെടുന്ന സാഹചര്യം കണ്ടിരുന്നു. നേരിട്ട് ഈ അഭിഭാഷകർ ഉൾപ്പെടെ സാക്ഷിയാണ്. അത്തരത്തിലുള്ള വലിയ പ്രതിഷേധങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ ഭക്ഷണം വിതരണം ചെയ്യുകയായിരുന്ന ജുനൈദ് മാലിക്കിനെ അടക്കമുള്ളവർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. ബീഹാറിൽ ഇതുമായി ബന്ധപ്പെട്ട് രാജ്യത്തുടനീളം പ്രതിഷേധങ്ങളുണ്ടായി. ബീഹാറിൽ FIR പിൻവലിക്കും എന്ന് പറയുന്നുണ്ട്. പക്ഷെ പ്രായപൂർത്തിയാകാത്തവർ ഉൾപ്പെടെ 150-ലധികം ആളുകൾ അല്ലെങ്കിൽ കുട്ടികൾ ഇപ്പോഴും കസ്റ്റഡിയിലാണ്, പോലീസിന്റെ കസ്റ്റഡിയിലാണ്. അവരെ വിട്ടയക്കാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടില്ല. ഡൽഹിയിൽ പോലീസ് കാണിച്ചത് വലിയ ക്രൂരതയാണ്. വിദ്യാർത്ഥികളെ, ചെറിയ കുട്ടികളെ അടക്കം തല്ലിച്ചതക്കുകയും കണ്ണീർവാതകം പ്രയോഗിക്കുകയും പെല്ലറ്റ് ഉൾപ്പെടെ ഉപയോഗിക്കുകയും ചെയ്തു. പലരും ജീവന് വേണ്ടി പോരാടുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. തുടങ്ങിയ കാര്യങ്ങളെല്ലാം അഭിഭാഷകർ കോടതിയിൽ അക്കമിട്ട് നിരത്തുകയായിരുന്നു. തുടർന്നാണ് ചീഫ് ജസ്റ്റിസ് ഇതിൽ പൂർണ്ണമായും സ്വതന്ത്രമായ ഒരു അന്വേഷണം വേണം എന്ന് ആവർത്തിച്ച് വ്യക്തമാക്കിയത്. അമിതമായി ആരെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ നിയമം അതിന്റെ വഴിക്ക് തന്നെ പോകും. അതുകൊണ്ട് തന്നെ ഉത്തരവാദിത്തത്തോടെ പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ കൃത്യമായ നടപടി ഉണ്ടാകണം എന്ന് ചീഫ് ജസ്റ്റിസ് പറയുന്നു. അതിനാൽ പ്രത്യേക അന്വേഷണ സംഘത്തെ വേണം എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത്. ഏതായാലും കൃത്യമായ അന്വേഷണങ്ങൾ വേണം എന്ന് പറയുകയും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാദങ്ങൾ ഇപ്പോഴും സുപ്രീം കോടതിയിൽ തുടരുകയുമാണ്. ഈ ഹർജി പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. ശരി, നന്ദി ഷബ്ന വിശദമായ വിവരങ്ങൾക്ക്.